ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം മൈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കരീം ലാലയാണ്. പേരിനൊരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുടുംബൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കാസർഗോഡ് ജില്ലയിലെ കുടുംബൂർ. പക്ഷെ ഇവിടെ കുളിക്കാനും കാര്യങ്ങൾക്കെല്ലാം നല്ല വ്യൂ ആയ സ്ഥലങ്ങളും കാര്യങ്ങളുമാണ്. പക്ഷെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ 2-3 ഡേഞ്ചർ ആയ മരണങ്ങളും കാര്യങ്ങളും നടന്ന സ്ഥലമാണ്. ഈ ഒരു മാസം മുമ്പും അതേപോലെ തന്നെ എൻ്റെ ഒരു ചങ്ങായി കല്ലഞ്ചറിൽ ജൊഫർ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തും ഇവിടെ തന്നെയാണ് മരിച്ചത്. അതിന് മുമ്പ് വേറൊരാളും കൂടി മരിച്ചൊരു സ്ഥലമാണ്. അതൊന്നും നിങ്ങളെ കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ അതേപോലെ തന്നെ വെക്കേഷൻ ആയ സമയങ്ങളിലെല്ലാം പിന്നെ കുട്ടികളെല്ലാം ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ മാതാപിതാക്കളിൽ അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നോക്കാം. അതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് ദുഃഖിച്ചതിനെ കൊണ്ട് ഒരു കാര്യമില്ല. ഒരു 19 വയസ്സിൽ ചെക്കനാണ് ഒരു മാസം മുമ്പ് ഇവിടുന്ന് മരിച്ചത്. അപ്പോൾ ആ സ്ഥലങ്ങളും കാര്യങ്ങളും കാണാൻ വീഡിയോയിലൂടെ ഈ മരിച്ച സ്ഥലങ്ങളും കാര്യങ്ങളും കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നാട്ടുകാർ ഈ മരണം നടന്നതിന് ശേഷം ഈ കാര്യങ്ങൾ ഇതേപോലെ വാരിക്കടും കാര്യങ്ങളും വെച്ച് കെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസുകാരുടെ ബോർഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് വലിയ ആഴമേറിയ സ്ഥലമാണ്, അതായത് വലിയ കുഴിയുള്ള സ്ഥലമാണ്, ചളിയും കാര്യങ്ങളുമാണ്. പക്ഷേ ഇതിങ്ങനെ നീന്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പിന്നെ തളർന്നിട്ടാണെന്ന് തോന്നുന്നത് മുങ്ങി മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ കയറ് കെട്ടിയതിന് ഇപ്പുറത്തേക്ക് നമുക്ക് കുളിക്കുന്നതിനൊന്നും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതിനപ്പുറത്തേക്ക് കാര്യമായ ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർ ആക്കുക. അതേപോലെ മാതാപിതാക്കളും കാര്യങ്ങളും അവർക്ക് വേണ്ട കോച്ചിങ് കാര്യങ്ങളും കൊടുക്കുക. ഇതേപോലത്തെ വെള്ളക്കെട്ടിലെല്ലാം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചതിനെ കൊണ്ട് പിന്നെ നമ്മൾ അതിനെ ദുഃഖിച്ചതിനെ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് വരാതിരിക്കുന്നതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം. അതുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടിയിട്ട് ഇവിടെ ഏകദേശം നല്ല ഒരു വള്ളിയും കാര്യങ്ങളെല്ലാം കെട്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഒരു കാരണവശാലും പോകരുത്, അത് കെയർ ആക്കേണ്ടതാണ്. പിന്നെ കാണാൻ ഇവിടെ പാലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താഴെ പോയിട്ട് സ്ഥലങ്ങളെല്ലാം കാണിച്ചതല്ലേ. അപ്പോൾ ഇനി പാലത്തിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. താഴെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നതിലുണ്ട്. അപ്പോൾ അവർ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏകദേശം ഇതാണ് സംഭവം. കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ, നല്ല കാണാൻ പറ്റിയ ഒരു ഏരിയ ആണ്. പിന്നെ എന്താ വെച്ചാൽ ഇതേപോലെ ആ കയറ് കെട്ടിയതിന് അപ്പുറത്തേക്ക് കുളിക്കാനും കാര്യങ്ങൾക്കൊന്നും പോകാതെ നമ്മളെ സേഫ്റ്റി എപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്താം. അപ്പോൾ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. നല്ല വ്യൂ ആയ സ്ഥലവും കാര്യങ്ങളാണ്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ വൈഫിൻ്റെ ഫാമിലിയെല്ലാം ഈ ഏരിയയില്ല താമസക്കാരാണ്. അപ്പോൾ അവരും എല്ലാം സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ ആൾക്കാർ വന്നാലും അതേപോലെ തന്നെ മിനിയാന്ന് ഒരു മാസം മുമ്പ് ആ മരിച്ച ചെക്കൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം എടുത്ത് നാട്ടുകാർ തന്നെയാണ് എല്ലാം അവരെ സപ്പോർട്ട് കൂടിയിട്ടാണ് എല്ലാം എടുത്തതും കാര്യങ്ങളെല്ലാം. കുളിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പിന്നെ നാട്ടുകാർ എതിരൊന്നുമല്ല, ഫുള്ള് സപ്പോർട്ടും കാര്യങ്ങളാണ്. എടുത്ത നാട്ടുകാരെല്ലാം നല്ല ആൾക്കാരാണ്, നല്ല സപ്പോർട്ടും കാര്യങ്ങളില്ല ആൾക്കാരാണ്, എല്ലാം ഏകദേശം എനിക്കറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിൽ എന്താണെന്ന് വെച്ചാൽ നല്ല കാണാൻ, അതേപോലെ ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം, ഒരു ചെറിയൊരു കടയുണ്ട് ഇവിടെ. ചായ കാര്യങ്ങളെല്ലാം 6-7 മണി വരെ കടകളിലെല്ലാം ഉണ്ടാവും. അപ്പോൾ വന്നിട്ട് എല്ലാവർക്കും വ്യൂസും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. നല്ല ഏരിയ ആണ്. അപ്പോൾ ഇതാണ്ടില്ലേ വ്യൂസും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയാണ്. അങ്ങന്ന് പാണത്തൂർന്ന് വരുന്ന പുഴയാണ്. അപ്പോൾ ഏകദേശം മഴക്കാലത്തെല്ലാം നല്ല വെള്ളവും കാര്യങ്ങളെല്ലാം പോകുന്ന സ്ഥലം. അപ്പോൾ അത്യാവശ്യം മീൻ പിടിക്കാനും പറ്റിയ സ്ഥലമാണ്. ഏകദേശം മഴക്കാലത്തെല്ലാം നല്ല വെള്ളം പോകുന്ന സ്ഥലമാണ്, മീനും കാര്യങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് അടിക്കുക.